മഴയും കാറ്റും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ആ ദൃശ്യങ്ങൾ കൃത്യമായി അവർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കവേറ്റർ അതാ ഷിരൂരിലേക്ക് എത്തിക്കുകയാണ്. ഷിരൂരിലെ സ്പോട്ട് വിഷ്വൽസ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട 60 അടി നീളമുള്ള ബൂമുള്ള ആ എക്സ്കവേറ്റർ ഇപ്പോൾ അവിടേക്ക് എത്തിക്കുകയാണ്. ആ എക്സ്കവേറ്റർ, ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലൂടെ അർജുനെ കണ്ടെത്താൻ കഴിയും, അർജുൻ്റെ വാഹനം കണ്ടെത്താൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. നീളമുള്ള ആമുള്ള മണ്ണുമാന്തി യന്ത്രമാണ് ഈ എക്സ്കവേറ്റർ. അത് 60 അടിയാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന എക്സ്കവേറ്ററിൻ്റെ ആം ലെങ്ത് എന്ന് പറയുന്നത്. അത്രയും ആം ലെങ്ത് ഉള്ള ഒരു വാഹനമായതിനാൽ താഴേക്ക്, അതായത് പുഴയിലേക്ക് അത്രയും ആഴത്തിലുള്ള പരിശോധന നടത്താൻ കഴിയും, മണ്ണ് നീക്കം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ആത്മവിശ്വാസത്തോടെ ആ യന്ത്രത്തിൽ, നമ്മൾ മനുഷ്യരിൽ, യന്ത്രങ്ങളിൽ, കാലാവസ്ഥയിൽ എല്ലാം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്. അർജുന് ഒന്നും പറ്റരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ നിമിഷം വരെയും കാത്തിരിക്കുന്നത്. എക്സ്കവേറ്റർ ഇതാ ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടത്തേക്ക് എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുകയാണ്. 60 അടി ആം ലെങ്ത് ഉള്ള എക്സ്കവേറ്ററാണ് എത്തിച്ചിരിക്കുന്നത്. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുനീക്കം, അതിൻ്റെ ബക്കറ്റ് കപ്പാസിറ്റി, അതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ ഉടമ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെയുള്ള JCBകളുമായിട്ടുള്ള അതിൻ്റെ വലിപ്പ വ്യത്യാസം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ആം ലെങ്ത് അടക്കമുള്ള കാര്യങ്ങളിലെ ആ ഘടനാപരമായ വ്യത്യാസം, അത് നമുക്ക് ഈ മണ്ണുമാന്തി യന്ത്രം കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്ന പ്രതീക്ഷ കൂട്ടുകയാണ്. ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ആ ആം ഇപ്പോൾ 30 അടിയാണ് അതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. അത് പൂർണ്ണമായും നീട്ടുമ്പോൾ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് നിൽക്കുന്ന ഭാഗത്ത് അവിടെയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ബക്കറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം കൂടി നീട്ടിയിട്ടായിരിക്കും അത് താഴേക്ക് താഴ്ത്തുക. അവിടെ തന്നെ കൃത്യമായി സുരക്ഷിതമായ ഒരിടത്ത് അത് നിർത്തിയിട്ടതിന് ശേഷം, ക്രോളർ എക്സ്കവേറ്റർ ആയതിനാൽ തന്നെ അത് ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ടതിന് ശേഷമാണ് അത് താഴേക്ക് പ്രവർത്തിപ്പിക്കുക. ആ മണ്ണ് മാറ്റി ഉള്ള പരിശോധനയിലൂടെ കൃത്യമായ വിവരങ്ങൾ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള മൺതിട്ട, പുഴയുടെ അടിഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനകൾ, അതോടൊപ്പം പുഴയുടെ മധ്യത്തിൽ കാണുന്ന മൺകൂന, അതിലും ഒരിടവും വിട്ടുകളയുന്നില്ല സൈന്യം. പൂർണ്ണമായും ഈ സൈന്യം ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തതോടെ നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ബൂം എക്സ്കവേറ്ററും എത്തിച്ചിട്ടുണ്ട്. തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ ജിതിൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഷിരൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുഴയുടെ നടുവിലുള്ള മൺകൂനയിൽ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നതിനായി ആ മൺകൂനയിലേക്ക് ഇറക്കിയ ആളെയും കയറുകൊണ്ട് ബന്ധിച്ച് സുരക്ഷിതനാക്കിയാണ് ഇറക്കിയിരിക്കുന്നത്. ആ പരിശോധന നടക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഇറങ്ങിയ ആൾക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടാണ് ആ പരിശോധന അവിടെ നടക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ പോൾ ഭാഗം വെച്ചുള്ള പരിശോധനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹെഡ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ആ പരിശോധന കൂടി അവർ നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ കയറുകൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, സുരക്ഷാ വടം അദ്ദേഹത്തിന് മേൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ പരിശോധന നടത്തുന്നയാളുടെ ഏതെങ്കിലും കാരണവശാൽ, കാരണം നദിയുടെ നടുവിലാണ് ഈ മൺതിട്ടയുള്ളത്, അതിന് താഴെ എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ മൺതിട്ട ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അത് നൽകുന്നത്. AK അഭിലാഷ്, ഇപ്പോൾ എക്സ്കവേറ്റർ അവിടെ എത്തിച്ചിരിക്കുന്നു. പരമാവധി വേഗത്തിൽ മണ്ണ് നീക്കാൻ കഴിയുന്ന സംവിധാനം അതിലുണ്ട്. അത്രയും പവറുള്ള എക്സ്കവേറ്റർ ആണ് എന്നാണ് അതിൻ്റെ ഉടമ തന്നെ പറയുന്നത്. ഇപ്പോൾ 60 അടി വരെ കുഴിച്ചു നീക്കാൻ കഴിയും എന്നാണ് ഉടമയും പറയുന്നത്. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ തെരച്ചിലിനായി കൃത്യമായി ഒരു പൊസിഷനൊക്കെ നൽകുന്നുണ്ടോ, അങ്ങനെയുള്ളൊരു മാപ്പിംഗ് അവിടെ നടക്കുന്നുണ്ടോ? അഭിലാഷ്, കാണുന്നത് എന്താണ്? സുജിയ, ഇപ്പോൾ കരസേനാ ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് അവിടെ. ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഡ്രൈവറുമായി അതിൻ്റെ ഓപ്പറേറ്ററുമായി സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ഇപ്പോൾ ലോറി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സാമാന്യ വലിയ ലോറി തന്നെയാണ് ഇത് കൊണ്ടുവരികയും ചെയ്തത്. പുതിയ ലോറി തന്നെയാണ്. ഇതിനെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തകരാറ് സംഭവിച്ചതും ബ്രേക്ക് ഡൗൺ ആയതും എന്നും നമുക്കറിയില്ല. ഏതായാലും പുതിയ വാഹനത്തിൽ തന്നെയാണ് ഈ എക്സ്കവേറ്റർ എത്തിച്ചതെന്ന് വേണം പറയാൻ. ഏതായാലും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ, അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇത് സ്ഥാപിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഓപ്പറേറ്ററാണ് തീരുമാനിക്കേണ്ടത്. അത് ഓപ്പറേറ്ററും അതോടൊപ്പം തന്നെ ഈ ആർമി ഉദ്യോഗസ്ഥരും തമ്മിൽ അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്ത് ഇത് സ്ഥാപിക്കാം, അതോടുകൂടി തന്നെ എപ്പോൾ എങ്ങനെ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ സംസാരിക്കുന്നത്. പ്രധാനമായും ഒരു പക്ഷേ 10 മീറ്ററോളം കൂടി മുമ്പോട്ടുള്ള ആ സ്ഥലത്തായിരിക്കും ഇത് സ്ഥാപിക്കാനുള്ള സാധ്യത. ഏതായാലും എക്സ്കവേറ്റർ അതിൻ്റെ പ്രവർത്തനം താഴോട്ടിറക്കാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൈകൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ലോറിയിൽ നിന്ന് താഴോട്ട്
ഇറക്കാനുള്ള ശ്രമങ്ങളാണ്. ട്രക്കിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് താഴോട്ട് ഇറക്കുന്നുണ്ട്. അതിന്റെ ഒരു കൈ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നമ്മൾ നേരത്തെ കണ്ട എക്സ്കവേറ്ററിന്റെ ആം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അവിടെ നിന്നുള്ള മണ്ണെടുപ്പ് അത് തുടങ്ങുകയാണ് അവർ. അതിന്റെ കൃത്യമായ പൊസിഷനിങ് ആണ് ആദ്യം ചെയ്യുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ആ കടയൊക്കെ ഇരുന്ന ഭാഗം അതിനല്പം മാറിയാണ്. അതായത് ആ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ നേരെ എതിർവശത്താണ് ഇപ്പോൾ എക്സ്കവേറ്റർ നിർത്തിയിട്ടിരിക്കുന്നത്. ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് രീതിയിലാണ്, ഏത് ദിശയിലേക്കാണ് ചലിപ്പിക്കേണ്ടത് എന്നത് കൃത്യമായ ആ വാഹനം ഒരു പ്രതലത്തിൽ നിർത്തിയിട്ടതിന് ശേഷമാണ് ഈ പ്രവർത്തനത്തിലേക്ക് അവർ കടക്കുന്നത്. ഇപ്പോൾ കൃത്യമായ ആ പൊസിഷനിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ആം എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എക്സ്കവേറ്റർ അവിടെ എത്തിച്ചുള്ള പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര അടി വരെ മണ്ണെടുക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണ്. 60 അടി വരെയുള്ള മണ്ണ് നീക്കം ഇതുകൊണ്ട് സാധ്യമാകും. എവിടെ നിന്നുള്ള മണ്ണാണ് നീക്കേണ്ടത് അതനുസരിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ആ ഓപ്പറേറ്റർക്ക് ഇപ്പോൾ സൈന്യം നൽകുകയാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായി ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം, ഭീമൻ മണ്ണുമാന്തി യന്ത്രം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനായുള്ള സജ്ജീകരണങ്ങൾ എല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി മറുഭാഗത്ത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള വാഹനങ്ങൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നദിയോട് ചേർന്നുകൊണ്ട്, അതായത് മണ്ണിടിഞ്ഞ് നദിയിൽ പതിച്ച ഭാഗത്തോട് ചേർന്നുകൊണ്ടാണ് ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. അതിനാവശ്യമായ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ വാഹനം അത്രയും തൊട്ടടുത്ത് നിർത്തിക്കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. നദിയിലേക്ക് തിരിച്ചു നിർത്തുന്നതിനായിട്ടാണോ അവിടെ ശ്രമിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ മണ്ണ് കുഴിക്കേണ്ട ഭാഗം അത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ, സോണാർ പരിശോധനയിൽ നദിയിലും ഒപ്പം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തി. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതനുസരിച്ചാണ് ഇനി കുഴിക്കാൻ പോകുന്നത്. ആ കുഴിക്കേണ്ട ഭാഗം ഇതിനകം തന്നെ നേവിയും NDRFും മാർക്ക് ചെയ്തിരുന്നു. ആ ഭാഗത്ത് തന്നെയായിരിക്കും കുഴിക്കൽ തുടങ്ങുക. അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിൻ്റെ വേഗം കൂട്ടുന്നതിനായി ഒരുപക്ഷെ ഒരു യന്ത്രം കൂടി, സമാനമായ മറ്റൊരു മണ്ണുമാന്തി യന്ത്രം കൂടി എത്തിക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് എന്നാണ് MLA പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇരുഭാഗത്തു നിന്നും ഒരേ സമയം മണ്ണു നീക്കം സാധ്യമാകും. ഇനി നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നു എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 9 ദിവസമായി അർജുനെ കാണാതായിട്ട്. 16-ാം തീയതി രാവിലെ 8:45 മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിഞ്ഞ് വീണ മേഖലയിൽ ഇപ്പോൾ ഭീമൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിരിക്കുന്നു. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കുഴിച്ചു നീക്കുക, പാറയും ഒക്കെ അതിൻ്റെ കൂടെ കുഴിച്ച് മറുവശത്തേക്ക് മാറ്റുക എന്നതാണിപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അത് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ അവിടെ ഒരുക്കുന്നു. അതേസമയം തന്നെ മറുഭാഗത്ത് നദിയിലെ പരിശോധന നമുക്ക് കാണാം. നദിയിൽ നടുവിൽ രൂപപ്പെട്ട തുരുത്തിലാണ് NDRFും നേവിയും ചേർന്ന് പരിശോധന നടത്തുന്നത്. അവിടെ നടത്തുന്ന പരിശോധനയിൽ നിന്ന് നിർണായക വിവരങ്ങൾ അവർക്ക്